ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ആരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അതെനിക്കൊരു സപ്പോർട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന്. അപ്പം മോർണിംഗ് വ്ളോഗ് എടുക്കണതിനൊരു കാരണവും കൂടി ഉണ്ട്. ഇന്നെനിക്ക് രാവിലെ എഴുന്നേറ്റ് ചോറ് കെട്ടണമായിരുന്നു. ചോറ് കെട്ടേണ്ടത് ലഞ്ച് ബോക്സാണ് റെഡിയാക്കേണ്ടത്. ലഞ്ച് ബോക്സ് നമ്മൾ വാഴയിലാണ് റെഡിയാക്കുന്നത്. ഹസ്ബൻഡിന് ഇന്ന് ജോലിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണമായിരുന്നു, ലഞ്ച് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ആൾ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ഹോട്ടലുകളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എപ്പോഴും ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ കെട്ടിക്കൊടുത്ത് വിടാമെന്ന്. അല്ലെങ്കിൽ ആൾ ഉച്ചക്ക് വീട്ടിൽ വന്നാണ് കേട്ടോ കഴിക്കാറ്. പക്ഷേ ഈ ഒരു വീക്ക് ഒരാവശ്യത്തിന് വേണ്ടി വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഹോട്ടലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗം ചോറ് കെട്ടാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ തലേദിവസം തന്നെ അരി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തവണ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളത് ഞാനങ്ങനെ റൈസ് കുക്കറിലൊന്നും ഇറക്കി വെക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറില്ല. പൊതുവേ ഇങ്ങനെ തിളപ്പിച്ച് തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അതൊന്നും കൂടി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ പാലിനുള്ളത് വെച്ചു. കുട്ടികൾക്കുള്ള പാലിനുള്ളതും ഞങ്ങൾക്കുള്ള ചായക്കുള്ളതൊക്കെ വെച്ചു. പാല് തിളപ്പിച്ച് മാത്രമേ ഇട്ടുള്ളൂ. കാരണം ഞാൻ കുറച്ച് നേരത്തെ അല്ലേ എഴുന്നേറ്റ. പിള്ളേരൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 മണിയൊക്കെ ആകും. ഞാൻ അതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു. ഞാനും ആക്ച്വലി എഴുന്നേൽക്കുമ്പോൾ 8 മണിയൊക്കെ ആറുണ്ട്. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫ്രീഡം ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ പിന്നെ എഴുന്നേറ്റിട്ട് പതുക്കെയാണ് ഞങ്ങളെല്ലാം ചെയ്യാറ്. കുട്ടികളും അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങൾ കിടക്കുന്ന ടൈം കുറച്ച് വൈകാറുണ്ട്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ അവരുടെ ഇതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു ഉറക്കം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അത്രയും താമസം ഞങ്ങൾ എഴുന്നേൽക്കാറ്. അപ്പോൾ ഞാൻ ഇന്നത്തെ കറി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഓംലെറ്റ്. അതിന് ഞാൻ 2 മുട്ട എടുക്കുന്നത്. കാരണം ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാമല്ലോ എന്ന് ഓർത്താണ്. പിന്നെ ഞാൻ പൊട്ടറ്റോൻ്റെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തൈര് ഉണ്ടെങ്കിൽ പിന്നെ ആൾക്ക് വേറെ കറിയൊന്നും വേണ്ട. ഞാൻ പുറത്തുനിന്ന് ഒരു അച്ചാറും കൂടി മേടിച്ചു. നമ്മൾ വീട്ടിൽ ഇട്ട അച്ചാറെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ മുട്ട വറുക്കുന്ന പണിയിലോട്ടാണ് പോയത്. ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഉള്ളി മാത്രം, അതായത് ഉള്ളി ഇഷ്ടമല്ല, സവാള മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ സവാള മാത്രം ഇട്ടിട്ടുള്ള ഓംലേറ്റാണ് ഉണ്ടാക്കാറ്. പിന്നെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സോഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ അതിലോട്ട് തന്നെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് മാറ്റി വെച്ചു. ആ ടൈം ആയപ്പോഴേക്കും നമ്മുടെ പാലും നമ്മുടെ അരി അവിടെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. എന്നാലും എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു ഓംലേറ്റ് ഉണ്ടാക്കുന്ന പല രീതിയിലായിരിക്കും. ചിലവർ ഇഞ്ചി ഇടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഇഞ്ചി ഇടാറുണ്ട്, വയറിന് നല്ലതാണെന്നും പറഞ്ഞ്. പിന്നെ ചിലവർ കുരുമുളക് പൊടി മാത്രം ഇട്ട്, മുളക് പൊടി മാത്രം ഇട്ട്, അങ്ങനെ പല ടൈപ്പ് ഓംലേറ്റ്സ് ഉണ്ട്. പിന്നെ ഉപ്പ് മാത്രം ഇട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് 2 പൊട്ടറ്റോ ഉണ്ടായുള്ളൂ ആകെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡിന് മാത്രം മതി. വൈകിട്ടത്തേക്ക് ഉച്ചക്കത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കറി വെക്കാം. മീൻ എന്തെങ്കിലും പുറത്തുനിന്ന് പോകുമ്പോൾ മേടിക്കാമല്ലോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ മീനൊക്കെ പോവും. അപ്പോൾ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 പൊട്ടറ്റോയാണ് വൃത്തിയാക്കി എടുക്കുന്നത്. പിന്നെ പൊട്ടറ്റോ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണല്ലോ ഗൈസ്. വെറുതെ പുഴുങ്ങി തിന്നാലും നല്ല ടേസ്റ്റാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോഴത്തേക്ക് പാല് തിളച്ചിട്ടോ. പിന്നെ പാല് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ചായ ഇടുന്നില്ല ഇപ്പോൾ. കാരണം ടൈമുണ്ട് നമുക്ക്. മാറ്റി വെച്ചു പാല് തിളപ്പിച്ചിട്ട് അതങ്ങോട്ട് മാറ്റിയാണ് വെച്ചത്. പിന്നെ വേഗം ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം നോക്കി. പൊട്ടറ്റോ വേഗം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസസാക്കി അരിഞ്ഞെടുത്തു. കാരണം ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കും. ടൈമുണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ ഹറി ബറി ആയിരിക്കും. അതെപ്പോഴും എല്ലാവരുടെ ലൈഫിലും വരുന്നൊരു സംഭവമാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല ഗൈസ്. ഞാൻ എല്ലാം അറ്റപ്പറ്റ നേരത്തെ ചെയ്യാറുള്ളൂ. വീട്ടിൽ നല്ല വഴക്ക് കിട്ടാറുണ്ട് കേട്ടോ അതിന്, അറ്റപ്പറ്റയാണെന്നും പറഞ്ഞു. ഞങ്ങളുടെ ഇവിടെയൊക്കെ അറ്റപ്പറ്റയെന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ പറയുന്നതെന്നറിയില്ല. അറ്റപ്പറ്റ നേരത്ത് ഒന്നും ചെയ്യരുത്, അറ്റപ്പറ്റ നേരത്താണോ നീ എല്ലാം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് കറക്റ്റ് കാര്യമാണ്. ഞാൻ എത്ര നേരത്തെ എഴുന്നേറ്റാലും ശരി, ആ ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാം ചെയ്ത് ഹറി ബറി ആയിട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ പൊട്ടറ്റോന്
നല്ല ചെറിയ ഉള്ളി വേണം കേട്ടോ. ചെറിയ ഉള്ളിയാണെങ്കിലേ പൊട്ടറ്റോ ടേസ്റ്റ് ഉള്ളൂ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വേണം. പൊട്ടറ്റോ നല്ല ഗ്യാസാണ്, അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ഇട്ടാൽ കുറച്ചൊരു പരിധി വരെ നമുക്ക് ഗ്യാസിനെ ഒന്ന് കുറച്ച് നിർത്താൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പൊട്ടറ്റോ ഒക്കെ വെക്കുമ്പോൾ, അതായത് കൂടുതൽ പച്ചക്കറികൾ വെക്കുമ്പോൾ കുറേ വെളുത്തുള്ളി ഇടാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വെളുത്തുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ടം. പിന്നെ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ, ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കണേക്കാട്ടിയും ഈ പച്ചക്കറികൾക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കല്ലിലിട്ട് ചതച്ചെടുക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഞങ്ങളിവിടെ കൂടുതലും അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ അതേപോലെ ഉണക്കച്ചെമ്മീൻ, പിന്നെ ചില ഫിഷിനൊക്കെ, ചാളയൊക്കെ ഇങ്ങനെ മുളകിട്ടൊക്കെ വെക്കില്ല, അതിനൊക്കെ ഞങ്ങളിങ്ങനെ ചതച്ചെടുക്കാറുള്ളൂ. ചതച്ചെടുത്താൽ ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ ഈ ചതച്ചത് മാത്രം കൂട്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നമ്മുടെ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഗൈസ്. അതൊക്കെ എല്ലാം ഇഷ്ടമാണ് എനിക്ക്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ വെളുത്തുള്ളി ഞാൻ തൊലി കളയാറില്ല. എനിക്ക് ആ തൊലിയോടെ കൂടെ കിട്ടുന്നത് നല്ല ടേസ്റ്റായിട്ട് തോന്നും. പക്ഷേ നമ്മൾ തൊലി നന്നായിട്ട് കഴുകണം കേട്ടോ, എന്നാലേ നമുക്കത് നമ്മൾ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് ചതച്ചാൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ ഇനി പോകുന്നത് നമ്മൾ പച്ചമുളകല്ല, ഇടിച്ച മുളകാണ്. അപ്പോൾ ഇടിച്ച മുളകാകുമ്പോൾ കുറച്ചും കൂടി എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയ 2 പച്ചമുളകാണ് എടുത്തത്. 2 പച്ചമുളക് മതി എന്ന് തോന്നി. എരിവ് എന്നിട്ട് തന്നെ നല്ല കൂടുതലായിരുന്നു എന്ന് ഹസ്ബൻഡ് പറഞ്ഞത്. വയറിനൊക്കെ നല്ല പുകച്ചിലും എരിച്ചിലൊക്കെ തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഇതും ചതച്ചിടേണ്ടതായിരുന്നു പച്ചമുളക്, പക്ഷേ ഞാൻ മറന്നുപോയി. ഞാൻ ആ ഒരു ഇതിൽ അങ്ങോട്ട് അരിഞ്ഞിട്ടു. പിന്നെ ചട്ടി ചൂടാക്കി കടുക് പൊട്ടിച്ച്, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മളിപ്പോൾ ചതച്ച് വെച്ച സംഭവങ്ങളെല്ലാം അതിലോട്ട് ഇടണം. എന്നിട്ട് ഇടിച്ച മുളക് നിങ്ങളുടെ ആവശ്യത്തിന് മുളകിനനുസരിച്ച് യൂസ് ചെയ്യുക. വേറെ മുളക് പൊടിയൊന്നും വേണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം. നിങ്ങൾക്ക് എങ്ങനെയാണോ, ചിലവർക്ക് ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഇങ്ങനെ കുറച്ച് നല്ല ഇതായിട്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഗൈസ്. പണ്ടൊക്കെ ക്ലാസ്സിൽ പോണ ടൈമിൽ ഈ പൊട്ടറ്റോൻ്റെ മെഴുക്ക് പുരട്ടിയും മാത്രമൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ തന്നുവിടുന്നത്. അല്ലെങ്കിൽ പിന്നെ ചെമ്മീനായിരിക്കും. ഇത് രണ്ടുമാണ് ഞാൻ സ്കൂളിലോട്ട് കൂടുതൽ കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ചെമ്മീൻ കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, നന്നായിട്ട് കിട്ടാറുണ്ട് ചെമ്മീൻ. അപ്പോൾ ഞങ്ങളങ്ങനെ കൂടുതൽ ചെമ്മീനാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഈ പൊട്ടറ്റോൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും നാവിലിങ്ങനെ വെള്ളം ഊറുകയാണ്. അത് പൊട്ടറ്റോ ആ ചോറും ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ ആ പൊട്ടറ്റോൻ്റെ ടേസ്റ്റും അതിൻ്റെ എണ്ണയിലുള്ള ടേസ്റ്റൊക്കെ കൂടി ഈ ചോറിൽ കയറി പിടിക്കും. അപ്പോൾ നമ്മൾ ആ ചോറിട്ട് കുഴച്ച് കഴിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഷെയർ ചെയ്യും. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതും മേടിച്ച് കഴിക്കും. അതിൻ്റെ ടേസ്റ്റാണ് എനിക്കിപ്പോഴും. പക്ഷെ ഞാൻ വെച്ചാലൊന്നും അത്രയും ടേസ്റ്റ് കേട്ടോ, എൻ്റെ അമ്മ തന്നെ വെക്കണം അത്. ആ അമ്മയുടെ കൈപ്പുണ്യം അത് വേറെ ലെവലാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മയുടെ വീഡിയോസ് ഇടാം കേട്ടോ ഗൈസ്. അമ്മ കുക്ക് ചെയ്യുന്ന വീഡിയോസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അമ്മ കുക്ക് ചെയ്യാറ്.
എന്നിട്ട് പിന്നെ വേഗം പോയി വാഴയില പറിച്ചുകൊണ്ട് വന്നു. വാഴയിലയാണെങ്കിൽ ഇവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട്, കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ട്, കാറ്റ് കൊണ്ട് നന്നായിട്ട് എല്ലാ വാഴയിലയും കീറിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ളതിൽ നല്ലത് നോക്കിയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അതും അത്യാവശ്യം നന്നായി, അത്യാവശ്യമല്ല, കുറച്ചൊരു ഭാഗം കീറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കെട്ടിക്കൊടുക്കാമെന്ന്. കാരണം ഇപ്പോൾ ലഞ്ച് ബോക്സ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെയുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ വലുത് അല്ലെങ്കിൽ ചെറുത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു ലഞ്ച് ബോക്സ് മേടിക്കണം. എന്നിട്ട് ഞാൻ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ ഗൈസ്. എനിക്കിഷ്ടം ഇങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ കുറേ ഫുഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് വാട്ടിയെടുത്തു ഞാൻ. എന്നിട്ട് പിന്നെ മുട്ടയും വറുത്തു. പിന്നെ കുറച്ച് തൈരുള്ളതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ആ ഒരു കട്ടയൊക്കെ ഉള്ളത് മാറിക്കിട്ടുമല്ലോ. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത്ര ഒരു ഇതുണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തോന്നുന്നു, എല്ലാത്തിനും തോന്നുന്നു എന്നാണല്ലോ ഞാൻ പറയുന്നത് ഗൈസ്. അപ്പോൾ നന്നായിട്ട് അതും ഇട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അതും ബീറ്റ് ചെയ്ത് വെച്ചു. അതൊരു ഡബ്ബയിലോട്ടാണ് മാറ്റി വെച്ചത്.
പിന്നെ വാഴയിലയിൽ പൊതിച്ചോറൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം അങ്ങോട്ട് കഴുകി വെച്ചു. അപ്പോൾ ഉള്ള പാത്രങ്ങൾ കഴുകി വെച്ചാൽ പിന്നെ നമുക്കതൊരു ജോലിയായിട്ട് മാറില്ലല്ലോ, അതുകൊണ്ട് വേഗം അത് കഴുകി വെച്ചു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പഴങ്കഞ്ഞിയാണ് എടുക്കാൻ തീരുമാനിച്ചത്. കാരണം ചൂടൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഏറ്റവും കഴിക്കാൻ നല്ലത് പഴങ്കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ പഴങ്കഞ്ഞി എടുത്തിട്ട് അതിലോട്ട് തൈരിട്ടു. പിന്നെ കാന്താരി മുളക് ഉണ്ടായിരുന്നു, കാന്താരി മുളകും വെച്ചു. പിന്നെ ഞാൻ സൈഡായിട്ട് ഒരു ഓംലെറ്റും ഒരു ഫിഷ് ഫ്രൈയും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഗൈസ്, എന്ത് ചെയ്യാനാ. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലോട്ട് ചെന്നത്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ നമുക്ക് എൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾ പറയുന്ന സജഷൻസ് അനുസരിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്ളോഗ്സൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഉള്ളി അരിഞ്ഞിട്ട് ഇരിക്കണുണ്ടോ, ഇത് കണ്ടിട്ട് കൊതി വന്നു ഗൈസ് നിങ്ങൾക്ക്. അപ്പോൾ ബായ് ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ പഴങ്കഞ്ഞി പോയി കുടിച്ചിട്ട് വരാം. ബായ്, ടാറ്റാ.